സ്ക്രീന് കാണുന്നുണ്ടോ? ഓക്കെ, മ്യൂട്ട് ചെയ്തിട്ട് കേട്ടോ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശി'ത സഹല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. വിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ സൂറ മക്കയിൽ അവതരിച്ചതാണ്. ഈ സൂറ മദീനയിലാണെന്നും പറയപ്പെടുന്നുണ്ട്. 4 വചനങ്ങളാണുള്ളത്. ഈ സൂറത്തിന് ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ള പേര് വരാൻ കാരണം യാതൊരു കലർപ്പും കൂടാത്ത തികച്ചും പരിശുദ്ധമായ ഏകദൈവ വിശ്വാസ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ള പേര് വന്നത്. അതിന് അർത്ഥം നിഷ്കളങ്കത എന്നാണ്. അപ്പോൾ ഈ സൂറ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അള്ളാഹുവിൻ്റെ ദാത്തും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിഫാത്തുമാണ് ഈ സൂറയിൽ. അള്ളാഹുവിനെ പറ്റി അല്ലാതെ വേറൊന്നിനെ പറ്റിയും ഈ ഒരു സൂറയിൽ പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ ഈ സൂറയ്ക്ക് മറ്റ് വേറെ പേരുകളുണ്ട്. അതിലൊരു പേരാണ് സൂറത്തുൽ അസാസ്. മ്യൂട്ട് ചെയ്യാ. സൂറത്തുൽ അസാസ്. സൂറത്തുൽ അസാസ് എന്ന് പറഞ്ഞാൽ മ്യൂട്ട് ചെയ്യോ. അസാസ് എന്ന് പറഞ്ഞാൽ അടിത്തറയാണ്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ആരും സലാം പറയണ്ടേ ഇല്ല കേട്ടോ. അത് മ്യൂട്ട് ചെയ്തിട്ടേ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേറൊരു പേരാണ് ഇഖ്ലാസ് എന്നുള്ളൊരു പേരാണ്. ആ പേരിലാണ് ഇപ്പോൾ നമ്മൾ ഈ സൂറ പഠിക്കാൻ പോകുന്നത്. ഇതിനുള്ള മറ്റുള്ള പേരുകളിൽ ഒരു പേരാണ് അസാസ്. അസാസ് എന്ന് പറഞ്ഞാൽ അടിത്തറ, മതത്തിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, സൂറത്തുൽ അസാസ് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേര് സൂറത്തുൽ മാരിഫ. മാരിഫ എന്ന് പറഞ്ഞാൽ വിജ്ഞാനം, അറിവ്. പിന്നെ അതേപോലെ തന്നെ സൂറത്ത് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവ സിദ്ധാന്തം. ഇങ്ങനെ ഇത്രയും പേരുകളിലെല്ലാം അറിയപ്പെടുന്ന സൂറയാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ ഈ സൂറ പഠിക്കുന്നതിലൂടെ പഠിച്ച് മനസ്സിലാക്കുകയും എല്ലാ സമയത്തും പാരായണം ചെയ്യുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ സന്തോഷവും ഇഷ്ടവും അതേപോലെ തന്നെ സ്വർഗവും ലഭിക്കുമെന്ന് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ബുഖാരി, മുസ്ലിം എന്നിവർ രേഖപ്പെടുത്തിയ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ സൈന്യത്തിൻ്റെ തലവനായിട്ട് അയച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലുള്ള ആളുകളുമായി നമസ്കരിക്കുന്ന സമയത്ത് എല്ലാ റക്അത്തിലും എല്ലാ സൂറകളിലും പാരായണം അവസാനിപ്പിക്കുന്നത് സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ടാണ്. വേറെ സൂറകളൊക്കെ ഓതും, പക്ഷേ അവസാനം ഏത് ഓതും, സൂറത്തുൽ ഇഖ്ലാസ് ഓതും. അപ്പം അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എല്ലാ റക്അത്തിലും എല്ലാ സമയത്ത് ഓതുന്നത് കൊണ്ട് ഇതിൽ നിസ്കരിക്കാൻ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണർത്തിച്ചു. അപ്പോൾ അവിടുന്ന് ഈ ഇദ്ദേഹത്തോട് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കാരണം ഈ ഇങ്ങനെ പാരായണം ചെയ്യാനുള്ള കാരണം അത് ഞാൻ ഇഷ്ടപ്പെടുന്നു, ആ സൂറ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തോട് നിങ്ങൾ പറയണം എന്നാണ്. അപ്പോൾ ഈ സൂറ പഠിച്ച് മനസ്സിലാക്കി ആ സൂറ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്,
എല്ലാ റക്അത്തിലും ഈ സൂറ പാരായണം ചെയ്തുകൊണ്ടേയിരുന്നത്. അപ്പോൾ അങ്ങനെ പാരായണം ചെയ്തത് കൊണ്ട് അദ്ദേഹത്തോട് പാരായണം ചെയ്യരുത് എന്നല്ല പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? അള്ളാഹു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വേറൊരു കേസിൽ ഈ ഒരാൾ ഇമാമ നിൽക്കുന്ന സമയത്ത് സൂറയുടെ തുടക്കത്തിൽ എല്ലാ റക്അത്തിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ തുടക്കത്തിൽ എന്ത് ചെയ്യുന്നു? സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താണ് ഖുർആൻ പാരായണം ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കാര്യങ്ങൾ എത്തുകയും അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദ്യം ചെയ്തപ്പോൾ അവിടെയും ആ ഇമാമും പറഞ്ഞത് ഞാൻ ഈ സൂറയെ ഇഷ്ടപ്പെടുന്നു എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ സൂറയോട് അദ്ദേഹത്തിനുള്ള ഇഷ്ടം അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ അറിയിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ സൂറ നന്നായിട്ട് പഠിക്കുക, എല്ലാ സമയത്തും പാരായണം ചെയ്യുക. പാരായണം ചെയ്യാനുള്ള സമയങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് എല്ലാ നമസ്കാരത്തിലും പാരായണം ചെയ്യണമെന്നില്ല. നമ്മൾ പാരായണം ചെയ്യേണ്ട ഒരുപാട് സമയങ്ങൾ നമുക്ക് ഇതിൻ്റെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളിത് പഠിച്ച് മനസ്സിലാക്കി പാരായണം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് കിട്ടുന്ന? അള്ളാഹുവിൻ്റെ ഇഷ്ടവും സ്വർഗവും ലഭിക്കുന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ സൂറ ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ മക്കയിലെ മുശ്രിക്കുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബിനെ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയണമെന്ന് ചോദിച്ചു. അതിനെ തുടർന്നാണ് അവതരിച്ചത്? ഈ ഒരു സൂറ അവതരിച്ചത്. അപ്പോൾ അതേപോലെ തന്നെ ഈ സൂറ വിശുദ്ധ ഖുർആൻ്റെ 1/3 ഭാഗത്തിന് സമമാണ് എന്ന് പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത് ഈ സൂറ വിശുദ്ധ ഖുർആൻ്റെ 1/3 ഭാഗത്തിന് തുല്യമാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനിൽ മൊത്തമായിട്ട് 3 കാര്യത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. അതിലൊന്ന് തൗഹീദാണ്, 2 റിസാലത്ത്, 3 ആഖിറം. തൗഹീദ് തറ ഏകദൈവ വിശ്വാസം. രണ്ടാമത്തേത് റിസാലത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന് മാർഗദർശനം നൽകാൻ വേണ്ടി റസൂലുകളെ അയക്കുന്നുണ്ട് അള്ളാഹു. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് റസൂലുകളെ അയച്ച് നമ്മൾക്കുള്ള മാർഗദർശനമായിട്ട് ആരെ അയച്ച്? നമ്മളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അയച്ച്. അതാണ് റിസാലത്ത്. പിന്നീടുള്ളത് ആഖിറം എന്ന് പറഞ്ഞാൽ പരലോക ജീവിതവും സ്വർഗം നരകം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ കംപ്ലീറ്റ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ 3-ൽ തൗഹീദ് എന്നുള്ള ഭാഗം ഏതിൽ വരുന്നുണ്ട്? ഈ സൂറ മുഴുവനും തൗഹീദിനെ പറ്റിയാണ്, തൗഹീദിൻ്റെ കാര്യങ്ങളാണ് ഈ സൂറയിൽ മുഴുവനും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സൂറ വിശുദ്ധ ഖുർആൻ്റെ 1/3 ഭാഗം സുലുസുൽ ഖുർആൻ എന്നാണ് പറയുന്നത്. 1/3 എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൂറയിലെ ഒരു 2-3 മിനിറ്റ് എടുത്താൽ നമുക്കിത് പാരായണം ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് പ്രതിഫലം കിട്ടും? വിശുദ്ധ ഖുർആൻ്റെ 1/3 ഭാഗം പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സൂറ ഒന്ന് പാരായണം ചെയ്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പോൾ ഇതിൽ ഇസ്തിആദ ബസ്മല ഞാൻ നേരത്തെ തന്നെ ക്ലാസ്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതും കൂടി എടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾ ഇസ്തിആദ ബസ്മല അഊദുവിനെയും ബിസ്മിയെയും പറ്റി അതിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേൾക്കാത്തവർ അതൊന്ന് കേൾക്കുക കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് ഇതിൻ്റെ സൂറയുടെ ഫസ്റ്റ് ആയ ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ എന്ന് പറഞ്ഞാൽ ഖുലിൻ്റെ മീനിങ് നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ അർത്ഥം ശരിക്കും പഠിക്കുക. അതാണ് നമ്മൾ
പ്രധാനപ്പെട്ട ഉദ്ദേശം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ സൂറകളിൽ വരുന്ന വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കുറേ സൂറകൾ നമ്മൾ പഠിക്കുമ്പം പിന്നെ നമുക്ക് മനസ്സിലാവും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും, മീനിങ് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അർത്ഥങ്ങൾ ശരിക്കും പഠിക്കുക. അപ്പം ഫസ്റ്റ് വേർഡ് ഖുൽ. ഖുൽ എന്നാണ്. ഖുൽ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? പറയുക. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഇറങ്ങിയത്. അള്ളാഹു ആണ് ഇറക്കി കൊടുത്തത്. അപ്പോൾ അള്ളാഹു ആണ് ഇത് സംസാരം, അള്ളാഹുവിൻ്റെ സംസാരമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. അപ്പോൾ അള്ളാഹു പറയാണ് ഖുൽ, പറയുക. അപ്പം ആ പറയുന്നത് ആരോടാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഖുൽ, പറയുക. എന്താണ് പറയേണ്ടത്? ഹുവ. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അത്, അവൻ അല്ലെങ്കിൽ അത്. ഹുവ. അല്ലാഹു, അല്ലാഹു. അഹദ്. എന്താണ് പറയേണ്ടത്? അല്ലാഹു ഒരുവനാണ്, ഏകനാണ് എന്ന് പറയണം. ആദ്യം പറയാൻ പറഞ്ഞത് അല്ലാഹു ഏകനാണ്, ഒരുവനാണ്. ഖുൽ, പറയുക. ഹുവ, അവൻ. അല്ലാഹു, അല്ലാഹു. അഹദ്, അഹദ്. അഹദുൻ, അഹദുൻ ആണ് ഖുർആനിലുണ്ടായ അഹദുന്ന. അഹദുൻ. നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് അഹദ് എന്ന് പറഞ്ഞിട്ടാണ് ഫുൾ സ്റ്റോപ്പ് ഇടുക. അപ്പോൾ എന്താണ് പറയേണ്ടത്? അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാണ് എന്ന് പറയണം. രണ്ടാമത്തെ ആയയിൽ അല്ലാഹു സ്വമദ്. അല്ലാഹു അസ്വമദ്. അസ്വമദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിനെ എല്ലാവരും ആശ്രയിക്കും. എല്ലാവരും അല്ലാഹുവിനെ ആശ്രയിക്കും. അല്ലാഹു ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന് ആരെയും ആശ്രയിക്കാതെ തന്നെ അല്ലാഹുവിന് എന്തുണ്ട്? അല്ലാഹുവിൻ്റെ കാര്യങ്ങൾക്ക് മാത്രം അല്ലാഹു മതിയായവനാണ്, സ്വയം പര്യാപ്തനാണ്. ബാക്കിയുള്ള ഒരു ജീവിയും എന്തല്ല? സ്വയം പര്യാപ്തതല്ല, അല്ലേ? അതിൻ്റെ വിശദീകരണം നമുക്ക് ലാസ്റ്റ് പറയാം. ആദ്യം മീനിങ് മനസ്സിലാക്കുക. അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദ്. അടുത്തയായ ലം യലിദ്. ലം യലിദ്. ലം യലിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ജനിപ്പിച്ചിട്ടില്ല. ലം യലിദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല. ജനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ആരല്ല എന്നാണ്? അള്ളാഹു പിതാവല്ല, പിതാവ് അല്ല. ലം എന്ന് കൂട്ടുന്നത് ഇല്ല എന്ന് പറയാനുമാണ് ലം. ഒരു ക്രിയയുടെ മുന്നിൽ ലം വന്നു കഴിഞ്ഞാൽ ആ ക്രിയ നിഷേധിക്കാനാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ, ഭൂതകാലത്തെ നിഷേധിക്കാനാണ് ഈ ലമ്മു യൂസ് ചെയ്യുന്നത്. ലം ഇല്ല എന്ന് പറയാൻ. ലം യലിദ്, ജനിപ്പിച്ചിട്ടില്ല. ആരെയും ജനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരല്ല? അള്ളാഹു പിതാവല്ല. ലം യലിദ് വലം യൂലദ്. വലം യൂലദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു താലയെ ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു താല എന്തല്ല? പുത്രനല്ല. വേറെ ആളുകൾ ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല പറഞ്ഞാൽ പുത്രൻ അല്ല, പിതാവുമല്ല, പുത്രനുമല്ല. ലം യലിദ് വലം യൂലദ്. ലം യലിദ് പിതാവല്ല, ആരെയും ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ് ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല എന്ന് പറഞ്ഞാൽ പുത്രനുമല്ല, മറ്റുള്ളവരാൽ ജനിപ്പിക്കപ്പെട്ടതല്ല അള്ളാഹുവിന്. ലം യലിദ് വലം യൂലദ്. അടുത്തായ വലം യകുല്ലഹു കുഫുവൻ അഹദ്. വലം, ഇവിടെ ലം അഗൈൻ പിന്നെയും വന്ന് വലം
ആൻഡ്, ഉം എന്നുള്ളതാണ് ഈ വാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വ ലം ഇല്ല, വലം യകുൻ ലഹു, യകുൻ ലഹു എന്ന് പറഞ്ഞാൽ അവനില്ല. കാന എന്ന് പറഞ്ഞാൽ കാന എന്നുള്ള ഒരു ഫെയിലിൻ്റെ, കാന എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസാണ്. അതിൻ്റെ പ്രസൻറ്റ് ടെൻസോ ഫ്യൂച്ചർ ടെൻസോ ആണ് എന്ത്? യക്കൂനു. കാന യക്കൂനു. കാന എന്ന് പറഞ്ഞാൽ ആവുക എന്നർത്ഥം. യക്കൂനു ആകും അല്ലെങ്കിൽ ആകുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നിൽ ലമ്മ് വന്നാൽ ഇല്ല എന്നുള്ള അർത്ഥം, ആകുന്നില്ല. അപ്പോൾ വലം യക്കുൽ ലഹു, ലഹു എന്ന് പറഞ്ഞാൽ അവന്, വലം യക്കുൽ ലഹു എന്ന് പറഞ്ഞാൽ അവനല്ല താനും, അവനല്ല എന്തുണ്ട്? കുഫുവൻ അഹദ്, അവനില്ല താനും. നെഗറ്റീവ് ആക്കുന്നതാണ്. അവനില്ല, എന്തില്ല? കുഫുവൻ അഹദ്, അവനെ പോലെ മറ്റാരുമില്ല. തുല്യനായിട്ട്, കുഫുവൻ എന്ന് പറഞ്ഞാൽ തുല്യനായിട്ട്. അപ്പോൾ അള്ളാഹുവിന് തുല്യനായിട്ട് വേറെ ആരും ഇല്ല, അതാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിന് തുല്യനായിട്ട് വേറെ ആരുമില്ല. കുഫുവൻ എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ സാമ്യമുള്ള സംഭവത്തിനാണ് എന്തറിയുക? കുഫുവൻ എന്നറിയുക. അപ്പോൾ അള്ളാഹുവിനോട് തുല്യമായിട്ട് ആരുമില്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സൂറയുടെ മീനിങ്. അപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, അള്ളാഹു ആരാണ്? അഹദാണ്, ഏകനാണ്. പിന്നെന്താണ്? അള്ളാഹു സ്വമദാണ്, ആരെയും ആശ്രയിക്കേണ്ട, സ്വയം പര്യാപ്തനാണ്. ലം യലിദ് വലം യൂലദ്, ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടുമില്ല, പിതാവുമല്ല പുത്രനുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിട്ട് ആരും ഇല്ല, അവന് തുല്യനായിട്ട് ആരുമില്ല. അപ്പോൾ ഈ വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. ഇനി നമ്മളതിൻ്റെ വിശദീകരണത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഖുൽ എന്ന് പറയുന്നത് ഫസ്റ്റ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് റസൂലിനായതുകൊണ്ട് അള്ളാഹു താല റസൂലിനോടാണ് പറഞ്ഞത് എന്ത്? ഖുൽ, പറഞ്ഞു തരാൻ വേണ്ടി. അപ്പോൾ റസൂലില്ല, ഖുർആൻ ഇവിടെ ഉണ്ട് അല്ലേ? റസൂല് ഇന്ന് ജീവിച്ചിരിപ്പില്ല, പക്ഷേ വിശുദ്ധ ഖുർആൻ ഇവിടെ ഉണ്ട്, ഈ വാക്കും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ആർക്കാണോ ഇത് അറിയാവുന്നത്, ആരാണോ ഇത് പഠിച്ചത്, അവർ പഠിച്ച ആൾക്കാർ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഈ സൂറ ആരാണോ പഠിച്ചത് ആ സൂറ എന്ത് ചെയ്യുക? അറിയാത്ത ആളുകൾക്ക്, ബാക്കിയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. എന്താ? അള്ളാഹുവിനെ പറ്റിയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഹുവ അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ സാധാരണഗതി ഈ ഹുവയുടെ മീനിങ് അവൻ എന്നാണ്. ഹുവ അവൻ, അല്ലെങ്കിൽ അത് ജീവനില്ലാത്തതാണെങ്കിൽ ഈ അറബിയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കളും ഒന്നുകിൽ സ്ത്രീലിംഗമായിരിക്കും അല്ലെങ്കിൽ പുല്ലിംഗമായിരിക്കും. നമ്മളെ ബാക്കിയുള്ള ഭാഷയിലെ മലയാളത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ജീവനുള്ളതിനോ ആണ് എന്തുള്ള സ്ത്രീലിംഗവും പുല്ലിംഗവും ഉണ്ടാകും അല്ലേ? അറബിക്കിൽ അങ്ങനല്ല, എല്ലാ വസ്തുക്കളും എന്തുണ്ടാവും? സ്ത്രീലിംഗവും പുല്ലിംഗവും ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഹുവ എന്നുള്ളത് പുല്ലിംഗത്തിനെ സൂചിപ്പിക്കുന്ന ലമീർ എന്ന് പറയും. ലമീർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരാളെ പറ്റി പറയാം, മുഹമ്മദ് വന്നു എന്ന് പറഞ്ഞ്, മുഹമ്മദ് വന്നു. പിന്നെ നമ്മൾ മുഹമ്മദ് ഇരുന്നു എന്ന് പറയൂല, നമ്മളെന്താ പറയുക? അവൻ ഇരുന്നു എന്നല്ലേ പറയുക, അവൻ. അതാണ് എന്ത്? ലമീർ. ലമീർ സർവനാമം എന്ന് പറയും. ആ ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്നതാണ് ഇവിടെ ഹുവ. ഓക്കെ, സാധാരണഗതിയിൽ ഒരു നാമത്തിനെ പറഞ്ഞതിന് ശേഷമാണ് ഹുവ ഉപയോഗിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മുഹമ്മദ് അവൻ വന്നു എന്ന് പറഞ്ഞാൽ ആര് വന്നു നമുക്ക് മനസ്സിലാവില്ല അല്ലേ? മുഹമ്മദ് വന്നു എന്ന് പറഞ്ഞാൽ ആരാ വന്നതെന്ന് നമുക്ക് മനസ്സിലായി. അവൻ ഇരുന്നു എന്ന് പറഞ്ഞാൽ മുഹമ്മദാണ് ഇരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ആവശ്യത്തിനാണ് ഈ സാധാരണഗതിയിൽ ഈ ഹുവ ഉപയോഗിക്കുക, ലമീർ. ഓക്കെ, പക്ഷേ ഇവിടെ അള്ളാഹുവിനെ പറ്റിയാണ് ഈ ലമീർ പറയുന്നത്. ആദ്യമാണ് പറഞ്ഞത് അല്ലേ? അള്ളാഹു എന്നുള്ളതിൻ്റെ മുന്നേയാണ് എന്ത് പറഞ്ഞത്? ലമീർ പറഞ്ഞത്. അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രാധാന്യമാണ്. ഈ ഹുവ കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി ആണ് അതിൻ്റെ
ഈ ഒരു ഇസ്മിൻ്റെ അല്ലെങ്കിൽ നാമത്തിൻ്റെ മുന്നേ ഹുവ പറയുന്നത് എന്നാണ് പറയപ്പെടുന്നത്. തഫ്സീറിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. ഹുവ നേരത്തെ പറയാനുള്ള കാരണം ഹുവയുടെ ശേഷം പറയുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളതാണ്. നെക്സ്റ്റ് അള്ളാഹു. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമുള്ള പേരാണ്. വേറൊരാൾക്കും വേറൊരാൾക്കും ഈ ഒരു നാമമല്ല. എവിടെയും ഈ നാമം ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ഒരു ഭാഷയിലും ഈ നാമമില്ല. അപ്പോൾ ഈ നാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ബഹുവചനമില്ല. ഇതിന് ബഹുവചനാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇതിന് സ്ത്രീലിംഗമല്ല. അപ്പം ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒരാൾക്ക് അള്ളാഹു ഒരുവൻ എന്നുള്ള പോലെ തന്നെ ഈ അള്ളാഹു എന്നുള്ള നാമവും ഒറ്റപ്പെട്ടതാണ്. അതിന് വേറൊരു മിക്സും ഇല്ല, ഒന്നിനുമില്ല. അതേപോലെ തന്നെ നമ്മൾ വേറൊരു ഭാഷയിൽ ഈ നാമമില്ല. ഉദാഹരണത്തിന് നമ്മൾ മലയാളത്തിൽ പറയും ദൈവം എന്ന് അറിയില്ലേ, ദൈവം എന്നാണല്ലോ പറയുക. അപ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ അതിന് ഇതുണ്ട്, ബഹുവചനുണ്ട് അല്ലേ, ജമയുണ്ട്. എന്താണ്? ദൈവങ്ങൾ എന്ന് പറയും, ദൈവങ്ങൾ എന്ന് അറിയൂലേ. അതേപോലെ തന്നെ സ്ത്രീലിംഗമുണ്ട്, ദേവി പറയും. ഓക്കെ. അപ്പോൾ അത്തരം രൂപങ്ങളൊന്നും എന്തിനില്ല? അള്ളാഹു എന്നുള്ള നാമത്തിനില്ല. ഇംഗ്ലീഷിലാണെങ്കിലും ഒക്കെ ഉണ്ട്, എല്ലാ രൂപത്തിലും വരും അത്. പക്ഷേ ഈ ഒരു അള്ളാഹു എന്നുള്ള നാമം അള്ളാഹുവിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു വിശേഷപ്പെട്ട എന്താണ് ഇസ്മുൽ ആളം എന്ന് പറയും. ഇസ്മുൽ ആളം അല്ലെങ്കിൽ ഇസ്മുൽ ജലാല എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമമാണ് അള്ളാഹു. അപ്പോൾ അതേപോലെ തന്നെ ഈ സാധാരണഗതിയിൽ ലാം എന്നുള്ള ലെറ്റർ ലൈറ്റ് ലെറ്ററാണ്. ലാം എല്ലാ സ്ഥലത്തും ലൈറ്റാണ്. ബട്ട് അള്ളാഹു എന്നുള്ള ഈ ഒരു ഇസ്മുൽ ജലാലയിൽ വരുന്ന സമയത്ത് ലാം ഹെവിയാണ്. അറബിയിൽ 2 തരം അക്ഷരങ്ങളുണ്ട്. തജ്വീദ് പഠിച്ച ആൾക്കാർക്കറിയും. ഭാരമുള്ള അക്ഷരങ്ങളും ഭാരമില്ലാത്ത അക്ഷരങ്ങളും. അപ്പോൾ ലാം സാധാരണഗതിയിൽ ലാം ലൈറ്റ് ലെറ്ററാണ്. പക്ഷേ ഈ ലാം അള്ളാഹു എന്നുള്ള നാമത്തിൽ വരുന്ന സമയത്ത് അതിനെന്തുണ്ടാവും? അത് ഹെവിയാണ്. ഇത് ഹെവിയാകുന്നൊരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. ഓക്കെ. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു ഇസ്മാണെന്ത്? അള്ളാഹു. അതുകൊണ്ടാണ് അതിൻ്റെ മുന്നിൽ എന്ത് ചേർത്തത്? ഹുവ അള്ളാഹു അഹദുൻ. ഇതേപോലെ തന്നെയാണ് അള്ളാഹുവിനും ആണ് അഹദുൻ എന്ന് പറയും, വേറൊന്നിനും അഹദുൻ എന്ന് പറയൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് കാര്യം, ഏത് ആളെയോ അല്ലെങ്കിൽ ഏത് വസ്തുവിനെയോ എടുത്തു വയ്ക്കിയാലും ഏതെങ്കിലും ഒരു രീതിയിൽ സാമ്യമുള്ളതുണ്ടാവും, മറ്റൊന്നും കൂടി ഉണ്ടാവും. ഇപ്പോൾ ഒരു വീടാണെങ്കിൽ അതേപോലത്തെ സാമ്യമുള്ള വേറെ വീടുകളുണ്ടാവും. ആൾക്കാരാണെങ്കിൽ ഏതെങ്കിലും ഒരു ക്വാളിറ്റിയിൽ തുല്യത ഉള്ളതുണ്ടാവും. പക്ഷേ ഈ അഹദ് എന്നുള്ള നാമം അതിനൊന്നും ഉപയോഗിക്കാൻ പറ്റൂല. അപ്പോൾ വാഹിദെന്നുള്ള കാര്യമാണ് ഉപയോഗിക്കുക. ഈ അഹദ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഉപയോഗിക്കുക? അള്ളാഹുവിനാണ് ഉപയോഗിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഒരു നാമവും കൂടിയാണ് എന്ത്? അഹദ്. അള്ളാഹു അഹദ്. അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. ഖുൽ ഹുവല്ലാഹു അഹദ്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു ഏകനാണ്. ഹുവല്ലാഹു അഹദ്. അടുത്തയായ അള്ളാഹു സ്വമദ്. അസ്വമദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനെ ആശ്രയിച്ചാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിലനിൽപ്പ്. അള്ളാഹുവിനെ ആശ്രയിക്കാതെ ഒന്നിനും നിലനിൽക്കാനാവില്ല. പക്ഷെ അള്ളാഹുവിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ആശ്രയിക്കണം, അത് റെഡിയാണ്. തന്നെയുമല്ല മനുഷ്യന്മാരെയും ആശ്രയിക്കും. നമ്മൾ ജനിച്ച സമയത്ത് നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് എന്താവില്ല, നമ്മൾ വളരാൻ പറ്റൂല. മറ്റുള്ളവർ വളർത്തി കൊണ്ടുവന്നതാണ് നമ്മളെ മാതാപിതാക്കൾ, അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വലുതായത്. ഇനി നമ്മൾ കാലം കുറേ കഴിയുന്ന സമയത്ത്, നമ്മൾ വയസ്സാകുന്ന സമയത്ത്, പ്രായം കൂടുന്നതിന് നമുക്ക് ആയുസ് ഇട്ട് തരികയാണെങ്കിൽ അവിടെ എന്തുണ്ട്? നമുക്ക് വയ്യാത്ത ഒരവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കണം. ഓക്കെ. അള്ളാഹു താലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താലയ്ക്ക് എന്ത് വേണ്ട? ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു നാമം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അസ്വമദ്. അസ്വമദ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കണം. നമുക്കുള്ള നമ്മൾ ജനിച്ചത് മുതൽ ജനനത്തിൻ്റെ മുന്നേയും
അള്ളാഹുവിനെ അല്ലേ നമുക്കുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഭൂമിയിലുള്ള സകല വസ്തുക്കളും അള്ളാഹു സൃഷ്ടിച്ചതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജനിച്ചതും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരം. നമ്മൾ ജനിക്കുന്നത് നമ്മളെ ഇഷ്ടത്തിനല്ല അല്ലേ. നമുക്കും അറിയാം നമ്മൾ ജനിക്കുന്നതിനെ പറ്റി നമുക്കറിയില്ല, ആർക്കും അറിയില്ല. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്, അള്ളാഹുവിൻ്റെ തീരുമാനത്തിനനുസരിച്ചാണ് നമ്മൾ ജനിക്കുന്നതും ജീവിക്കുന്നതും. നമ്മളെ മരണം നമുക്കറിയില്ല, നമ്മളെ തീരുമാനത്തിനനുസരിച്ചല്ല താനും. അതെല്ലാം ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്? അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അള്ളാഹുവിനെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്, എല്ലാ സമയത്തും എല്ലാവരും ആശ്രയിക്കുന്നത്. പക്ഷേ അള്ളാഹുവിന് എന്തില്ല, ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതാണ് അള്ളാഹുവിൻ്റെ വേറൊരു സിഫാത്താണത്, ഒരു ഇസ്മാണെന്ത്, അള്ളാഹു അസ്വമദ്. ഒരു ഇസ്മ, അള്ളാഹുവിൻ്റെ ഒരു നാമം, ഇസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു നാമമാണെന്ത്, അസ്വമദ്. ഇനി അടുത്തത് ലം യലിദ് വലം യൂലദ്. ലം യലിദ് എന്ന് പറഞ്ഞാൽ പിതാവല്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ശരിക്കും ആദ്യം പറയേണ്ടത് പുത്രനല്ല എന്നല്ലേ, പുത്രനായിട്ടാണല്ലോ പിതാവാകുക അങ്ങനല്ലേ. പുത്രനല്ല എന്നിട്ടാണ് എന്ത് പറയേണ്ടത്, പിതാവല്ല എന്ന് പറയേണ്ടത്. പക്ഷെ ഇവിടെ ഇങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ഡിതന്മാർ പറയുന്നതാണ്, ഈ ബഹുദൈവ വിശ്വാസികളില്ലേ അവർ പറയുന്നത് അള്ളാഹുവിന് സന്താനത്തെയാണ് എന്ത് ചെയ്യുന്നത് അല്ലേ, അള്ളാഹു പിതാവാണെന്ന്. മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നത് മലക്കുകൾ അള്ളാഹുവിൻ്റെ പുത്രിമാരാണ്. അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ പറയുന്നത് ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണ്, ദൈവപുത്രൻ. അതേപോലെ തന്നെ ജൂതന്മാർ പറയുന്നത് ഉസൈർ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണ്. അപ്പം ഇങ്ങനെ അള്ളാഹു പിതാവാണെന്നുള്ള ഒരു ആരോപണമാണ് അള്ളാഹുവിൻ്റെ പേരിൽ ആൾക്കാർ കെട്ടിച്ചമച്ചത്. അപ്പം അത് നിഷേധിക്കാൻ വേണ്ടിയാണ് ആദ്യം എന്ത് പറയുന്നത്, അള്ളാഹുവിന് മക്കളില്ല, അള്ളാഹു ആരെയും ജനിപ്പിച്ചിട്ടില്ല, അള്ളാഹു ആരെയും ജനിപ്പിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു പിതാവല്ല, അള്ളാഹു ആരെയും ജനിപ്പിച്ചിട്ടില്ല. ഓക്കെ. വലം യൂലദ് അവൻ ജനിച്ചിട്ടുമില്ല, പുത്രനുമല്ല, പിതാവുമല്ല പുത്രനുമല്ല. അപ്പോൾ ഈ ഒരു ഇപ്പോൾ പറഞ്ഞല്ലോ ആർക്കുള്ള മറുപടിയാണെന്നുള്ളത് അല്ലേ, അള്ളാഹുവിൻ്റെ പേരിൽ സന്താനങ്ങളുണ്ടെന്ന് കെട്ടിച്ചമച്ച ആളുകൾക്കുള്ള മറുപടി ആയിട്ടാണ് അള്ളാഹു ഈ ഒരു വാക്യം, ഈ ഒരു ആയയുടെ മീനിങ് അതാണ്. അപ്പോൾ അള്ളാഹുവിന് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ക്വാളിറ്റിയിൽ ഉള്ള മക്കളായിരിക്കും ഉണ്ടാവുക. ഒരു ആൾക്ക് മക്കളുണ്ടാകുക എന്ന് പറഞ്ഞാൽ അയാൾ എല്ലാ ക്വാളിറ്റിയും അല്ലേ, കുറേ ക്വാളിറ്റികളൊക്കെ മക്കളിലേക്ക് വരും. അപ്പം അങ്ങനെ ഒരു ക്വാളിറ്റിയുള്ള ഒന്നും ഭൂമിയിലില്ല. എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, എല്ലാം മനുഷ്യരാണ്. ഈ പറഞ്ഞ മലക്കുകൾ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്. അള്ളാഹുവിന് പ്രത്യേകമായിട്ട് പല ഡ്യൂട്ടികളും ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് മലക്കുകൾ. ബാക്കിയുള്ളത് രണ്ടും മനുഷ്യന്മാരുമാണ്. അപ്പം അള്ളാഹുവിന് എന്തില്ല, അള്ളാഹു പിതാവുമല്ല, അള്ളാഹു പുത്രനുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിനെ പോലെ അള്ളാഹുവിന് തുല്യനായിട്ട് ആരുമില്ല അല്ലേ. ആകാശങ്ങളെയും ഭൂമികളെയും എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അപ്പം ഇങ്ങനെ സംഭവങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ആളെ പറ്റിയും അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റിയും നമുക്ക് ആർക്കും അറിവില്ല. ഒരു സാധനം ഇത്രയും ബൃഹത്തായ കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരാളെ പറ്റിയും ഒരു അവസ്ഥയെ പറ്റിയും ഒരു വസ്തുവിനെ പറ്റിയും നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അള്ളാഹു എന്താണ്, അഹദാണ് അല്ലേ, അള്ളാഹു അഹദാണ്, അള്ളാഹുവിന് തുല്യനായിട്ട് ആരുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം, മീനിങ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സൂറ പഠിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാനുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അതിനുള്ള തെളിവുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. സൂറത്തിന് ഇഖ്ലാസ് എന്നുള്ള പേര് വരാനുള്ള കാരണം നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഖുർആൻ്റെ മൂന്നിലൊന്നാണ് ഇതെന്ന്
മനസ്സിലാക്കി. ഇതിൻ്റെ മീനിങ്ങും നമ്മൾ മനസ്സിലാക്കി. ഇത് അവതരിക്കാനുള്ള അവസരവും മനസ്സിലാക്കി. ഇനി നമുക്കിതിനുള്ള തജ്വീദ് എന്താണെന്ന് നോക്കാം. തജ്വീദിൻ്റെ നിയമങ്ങൾ നോക്കാം. ഖുൽ ഹുവല്ലാഹു അഹദ്. ഇതിൽ സൂറ എൻഡ് ചെയ്യുന്നത് ദാലിലാണ് അല്ലേ? അഹദുൻ. അപ്പോൾ ലമ്മ തൻവീനിൽ എൻഡ് ചെയ്യുന്നത്, അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് സുക്കൂൻ ഇട്ടിട്ടാണ് ഫുൾ സ്റ്റോപ്പ് ഇടുക. ലമ്മ തൻവീൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സൂറ എൻഡ് ചെയ്യുകയാണെങ്കിൽ, അവസാനിപ്പിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? സുക്കൂൻ ഇട്ടിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. അഹദ്. ഈ ഒരു ദാല് കൽക്കലയുടെ ലെറ്റർ ആണെന്ന് അറിയും. ദാലിനെ കൽക്കലയുടെ ലെറ്റർ ആണെന്ന് അറിയും. കൽക്കല എന്ന് പറഞ്ഞാൽ നമ്മൾ മുഴക്കിയിട്ട് ഉച്ചരിക്കുക. അഹദ്, അഹദ്, അത്, അഹദ്. ഓക്കെ. വേറെ തജ്വീദിൻ്റെ നിയമങ്ങളൊന്നുമില്ല. ഇവിടെ ഹംസത്തുൽ വസിൽ കൊണ്ടാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ അള്ളാഹു, അതിന് ഫതഹയാണ് കൊടുക്കേണ്ടത്. അള്ളാഹു. ലാമാണ് ഹംസത്തുൽ വസിലിന് ശേഷം ലാമു വന്നതുകൊണ്ട് അതിന് ഫതഹയാണ് കൊടുക്കേണ്ടത്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ. ഇപ്പം നിങ്ങൾ അള്ളാഹു നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ പാരായണം ചെയ്യുന്നത്. ഖുൽ, ഖുൽ. ലാമിന് സുക്കൂനിടുന്ന സമയത്ത് ലേശം ഒരു സമയം കൊടുക്കണം. അൽ, ഖുൽ, ഖുൽ ഹുവല്ലാഹു അഹദ്. ഇവിടെ അള്ളാഹു എന്നുള്ളത് എന്താണ്? ഹെവിയാണ്. അള്ളാഹു ഹെവി ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാം. അടുത്ത ആയയുടെ സ്റ്റാർട്ടിങ് എന്താണ്? അള്ളാഹു, അള്ളാഹു അസ്സമദ്. അപ്പോൾ ഇവിടെ കൂട്ടി പാരായണം ചെയ്യുന്ന സമയത്ത്, കൂട്ടി ഓതുന്ന സമയത്ത് അള്ളാഹു എന്ന് പറഞ്ഞിട്ട് ഈ സ്വാദിലോട്ടിങ് വരും. ഇവിടെയുള്ള ഹംസത്തുൽ വസിലിനെയോ ലാമിനെയും പ്രൊനൗൺസ് ചെയ്യല. അള്ളാഹു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വാദിലേക്കാണ് വരിക. അള്ളാഹു, അള്ളാഹു സ്വ, അള്ളാഹു സ്വമദ്. ദാല് കൊണ്ട് തന്നെയാണ് ഇതും എൻഡ് ചെയ്യുന്നത്. ദാല് സുക്കൂന്. ലമ്മയാണെങ്കിലും സുക്കൂനിട്ടിട്ട് ആണത് ഫുൾ സ്റ്റോപ്പ് ഇടുക. അള്ളാഹു സ്വമദ്. അടുത്തത് ലം യലിദ്. ലം യലിദ്. ഇവിടെ ദാലിന് സുക്കൂനാണ്. ലം യലിദ്, അത്. പിന്നുള്ളത് വലം യൂലദ്. വേറെ തജ്വീദിൻ്റെ നിയമങ്ങളൊന്നും ഇതിലില്ല. വലം യൂലദ്. ഈ എല്ലാ അക്ഷരങ്ങളും ക്ലിയർ ആയിട്ട് പറയുക. മീമ് പറയുമ്പോൾ ചുണ്ട് പൂട്ടിയിട്ട് പറയുക. വലം, വലം. ചില ആൾക്കാർ മീമ് പറയുമ്പോൾ മീമിൻ്റെ സൗണ്ട് വരാതെ പോവും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. വലം, വലം യകുല്ലഹു, അല്ല, ലം യലിദ് വലം യൂലദ്. ലം യലിദ് വലം യൂലദ്. ഇനി അടുത്തത് വലം യകുല്ലഹു, വലം യകുല്ലഹു. ഇവിടെ യക്കുൽ, ഒരു നൂനുണ്ട് അവിടെ. നൂനിന് സുക്കൂൻ്റെ ചിഹ്നമില്ല. നൂനിന് സുക്കൂൻ്റെ ചിഹ്നമില്ല. സാക്കിനായ നൂനാണിത്. ചിഹ്നമില്ലാതെയും നൂനിനെ സുക്കൂനിട്ടത് രണ്ട് രീതിയിൽ വരും. ഒന്ന് സുക്കൂനിൻ്റെ ചിഹ്നം ഉണ്ടായും കൊണ്ട് വരും, സുക്കൂനിൻ്റെ ചിഹ്നമില്ലാതെയും വരും. ഏത് രീതിയിലായാലും സാക്കിനായ നൂൻ എവിടെ കണ്ടാലും തജ്വീദിൻ്റെ ഒരു നിയമം അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ നിയമം സാക്കിനായ നൂനിന് ശേഷം വന്നിരിക്കുന്നത് ലാമാണ്. സാക്കിനായ നൂനിന് ശേഷം ലാമ് വന്നാൽ ഇദാമാണ്. മിക്സ് ചെയ്യണം. നൂനിനെ ലാമിലോട്ട് മിക്സ് ചെയ്യും, കൂട്ടും, എന്നിട്ട് മണിക്കൂല. ഇദാം ബിലാ ഉന്ന എന്നതിന് പറയുക. ഇദാം ബിലാ ഉന്ന. എന്ത് ചെയ്യൂല? മിക്സ് ചെയ്യും, കൂട്ടും, പക്ഷെ എന്ത് ചെയ്യൂല? മണിക്കൂല. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നൂനിനെ പ്രൊനൗൺസ് ചെയ്യേയില്ല. നൂനിനെ പ്രൊനൗൺസ് ചെയ്യൂല. അതിന് പകരമാണ് ലാമിന് ശബ്ദ വന്നത്. നൂനിനെ
ലാമിലോട്ട് ലയിപ്പിച്ചപ്പോഴാണ് ലാമിന് എന്ത് വന്നത്? ശബ്ദ വന്നത്. അപ്പോൾ നമ്മൾ കാഫിൻ്റെ സുക്കൂനിൽ നിന്നും ലാമിലോട്ട് വരിക. വലം യക്കുല്ല യക്കുല്ല യക്കുല്ലഹു യക്കുല്ലഹു എന്ന് പറയൂല കേട്ടോ. യക്കുല്ല കാഫിന് വമ്മ എന്ന് ഇങ്ങോട്ട് വരും, ലാമിലോട്ട് ശബ്ദയിലോട്ട് വരും. വലം യക്കുല്ലഹു ലഹു. അവിടെ ഹാ കഴിഞ്ഞിട്ട് ചെറിയൊരു വാവുണ്ട്, വാവ് സഗീറ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഹായ്ക്ക് ശേഷം ഈ വാവ് കണ്ട് ഇതിപ്പോൾ ലമ്മയാണ്, ലമ്മയെ നീട്ടാനുള്ള മദ്ദാണത് ആ ഒരു വാവ്. ഒരു 2 ഹർക്കത്ത് നീട്ടിയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുക. വലം യക്കുല്ലഹു വലം യക്കുല്ലഹു കുഫുവൻ കുഫുവൻ. ഇവിടെ തൻവീനുണ്ട്. തൻവീന് വന്നു കഴിഞ്ഞാലും, അപ്പം നേരത്തെ നമ്മൾ സാക്കിനായ നൂനിനെ കണ്ടു കഴിഞ്ഞില്ലേ. അപ്പോൾ സാക്കിനായ നൂനോ തൻവീനോ കണ്ടു കഴിഞ്ഞാൽ പാരായണം ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോഴല്ല, കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ലമ്മ തൻവീന് നേരത്തെ കണ്ടിരുന്നു, പക്ഷേ അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് അതിന് ഫുൾ സ്റ്റോപ്പിൻ്റെ നിയമമാണ്. വഖഫ് ഇടുന്ന സമയത്ത് വഖഫിൻ്റെ നിയമമാണ്. തജ്വീദിൻ്റെ വേറെ നിയമങ്ങളൊന്നും അവിടെ ബാധകമല്ല. നമ്മൾ കൂട്ടി ഓതുന്ന സമയത്താണ് എന്ത് വരിക? തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ കൂട്ടി ഓതുന്നില്ല, കൂട്ടിയാണ് ഓതുന്നത്. കുഫുവൻ. അപ്പോൾ തൻവീനിന് ശേഷം ഹംസ വന്നാൽ തൻവീനിലുള്ള നൂനിനെ പ്രൊനൗൺസ് ചെയ്യുക. കുഫുവൻ അൻ. നൂൻ സുക്കൂന് തൻവീൻ എന്ന് പറഞ്ഞാൽ ഫതഹ തൻവീൻ എന്ന് പറഞ്ഞാൽ ഫതഹ പ്ലസ് നൂൻ സുക്കൂനാണ്. ഫതഹ തൻവീൻ എന്ന് പറഞ്ഞാൽ ഫതഹ പ്ലസ് നൂൻ സുക്കൂൻ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക? അൻ കുഫുവൻ എന്ന് പ്രൊനൗൺസ് ചെയ്യുക. കുഫുവൻ അഹദ്. അപ്പോൾ സാക്കിന നൂനിനോ തൻവീനോ ശേഷം ഹംസ വന്നാൽ, ഹംസ വന്നു കഴിഞ്ഞാൽ നൂനിനെ പ്രൊനൗൺസ് ചെയ്യണം. സാക്കിന നൂനാണെങ്കിൽ നൂനിനെ പ്രൊനൗൺസ് ചെയ്യുക. തൻവീനാണെങ്കിൽ അവിടെയും നൂനിൻ്റെ സൗണ്ട് പുറത്ത് വരുത്തുക. കുഫുവൻ അഹദ് കുഫുവൻ അഹദ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. ഇനി ക്ലാസ് ടീച്ചർമാർ നല്ല വൃത്തിയായിട്ട് പറഞ്ഞു തരും. ഓക്കെ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമ്മൾ വിട്ടുവയ്ക്കും. ഇവിടെ ഉണ്ടല്ലോ, ഇത് ചെറിയ സൂറ ആയതുകൊണ്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആയകൾ മിക്സ് ചെയ്ത് ഓതും, ആയത്തുകൾ മിക്സ് ചെയ്ത് ഓതും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ട അഹദുൻ, അഹദുനാണ് ഉള്ളത് അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്ത ആയ ഓതുക വിചാരിക്കുക. അവിടെ തന്മ തൻവീനാണുള്ളത്, തൻവീനാണുള്ളത്. ദമ്മ തൻവീനാണ് നേരത്തെ ഫുൾ സ്റ്റോപ്പ് ഇട്ടത് അല്ലേ. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഓതാന്നാണ് വിചാരിക്കുന്നത്. കണ്ടിന്യൂ ചെയ്ത് ഓതുകയാണെങ്കിൽ തൻവീനു ശേഷം വന്നിരിക്കുന്നത് ഇവിടെ അള്ളാഹു എന്നുള്ള ഹംസത്തുൽ വസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് തൻവീനു ശേഷം ഹംസത്തുൽ വസിൽ വന്നാൽ നൂനുൽ ഖുത്നി എന്നുള്ള ഒരു നിയമമാണ് ഇവിടെ ബാധകമാകുക. അതെങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ, തൻവീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, തൻവീനിൽ എന്തുണ്ട്? ഒരു നൂൻ സുക്കൂനുണ്ട്. അപ്പം ലന്മ തൻവീൻ എന്ന് പറഞ്ഞാൽ സുക്കൂൻ പ്ലസ് ലമ്മ പ്ലസ് നൂൻ സുക്കൂനാണ്. ലമ്മ തൻവീൻ എന്ന് പറഞ്ഞാൽ ലമ്മ പ്ലസ് ദാലല്ല കേട്ടോ, ലമ്മയാണ്. ലമ്മ പ്ലസ് നൂൻ സുക്കൂൻ, ലമ്മ പ്ലസ് നൂൻ സുക്കൂനാണ് ലമ്മ തൻവീൻ. അത് കഴിഞ്ഞിട്ട് വരുന്നത് അല്ലേ അള്ളാഹു എന്നുള്ള അള്ളാഹുവിൻ്റെ ശ്രദ്ധയാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഹംസത്തുൽ വസിലിനെയോ പ്രൊനൗൺസ് ചെയ്യൂല, ഹംസത്തുൽ വസിലിനെ പ്രൊനൗൺസ് ചെയ്യൂല. നമ്മൾ അടുത്ത ഇവിടെ 2 ലാമുണ്ട്, രണ്ടാമത്തെ ലാമിനാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ ഈ നമ്മൾ അടുത്ത ഈ തൻവീൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരം എന്ന് പറയുന്നത് ലാം സുക്കൂനാണ്. എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ലാം ശ്രദ്ധയാണുള്ളത്. ശ്രദ്ധ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ലെറ്റർ സുക്കൂൻ, സെക്കൻഡ് ലെറ്റർ ഹർക്ക.
അപ്പോൾ ലാം ഷദ്ദ എന്ന് പറഞ്ഞാൽ ലാം സുക്കൂൻ പ്ലസ് ലാം ഫത്ത. ലാം ഷദ്ദ എന്ന് പറഞ്ഞാൽ ലാം സുക്കൂൻ പ്ലസ് ലാം ഫത്ത. മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഒന്നുകൂടി ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ലാം ഷദ്ദ എന്ന് പറഞ്ഞാൽ എവിടെ ശബ്ദ ഉണ്ടെങ്കിലും അത് ഫസ്റ്റ് ലെറ്റർ സുക്കൂനുണ്ടായിരിക്കും. ഫസ്റ്റ് ലെറ്റർ സുക്കൂന്, സെക്കൻഡ് ഹർക്ക. ഇവിടെ ലാമിന് ശബ്ദ കഴിഞ്ഞിട്ട് ഫത്തയായതുകൊണ്ട് ലാം സുക്കൂൻ പ്ലസ് ലാം ഫത്തയ്ക്കാണ് ഇല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇൽ പ്ലസ് ല. മനസ്സിലായിട്ടാണ് വിചാരിക്കുക. അപ്പോൾ അറബിക്കിൽ എന്തില്ല, രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് പ്രൊനൗൺസ് ചെയ്യൂല. സുക്കൂനുള്ള രണ്ടക്ഷരങ്ങളെ അടുത്തടുത്ത് പ്രൊനൗൺസ് ചെയ്യൂല. അപ്പോൾ നമ്മൾ ഈ ഒരു ലമ്മേനെ അവിടെ വെക്കും. എന്നിട്ട് ഈ നൂനിനെടുത്തിട്ട് എന്ത് ചെയ്യും, കെസ്റ കൊടുക്കും. നൂനിന് കെസ്റ കൊടുക്കും. തജ്വീദിൻ്റെ നിയമങ്ങളുള്ള ഖുർആനിൽ നൂനിന് കെസ്റ ഇട്ടിട്ട് കാണും. അവിടെ തജ്വീദിൻ്റെ റൂളുകൾ ചില ഖുർആനിൽ എഴുതിയിട്ടുണ്ടാവും. അതിനകത്ത് ഇത്തരം അവസരം വരുന്ന സമയത്ത് അവിടെ നൂനിൻ്റെ കെസ്റുള്ള നൂനുണ്ടാവും. അപ്പോൾ നമ്മളത് പ്രൊനൗൺസ് ചെയ്യുന്നത് കഴിഞ്ഞ ആയയിലോട്ട് മിക്സ് ചെയ്ത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അഹദുനില്ലാഹു എന്നാണ് പറയുക. അഹദുനില്ലാഹു ഒരു ലമ്മ. അഹദു എന്നുള്ളതിൻ്റെ ദാലിൻ്റെ ഒരു ലമ്മ നമ്മളവിടെ വെക്കും. ദാലും അവിടെ ഉണ്ടാവും, ഒരു ലമ്മയും ഉണ്ടാവും. പിന്നെ ഒരു നൂൻ സുക്കൂൻ എടുത്തിട്ട് തൻവീനുള്ള നൂൻ സുക്കൂൻ എടുത്തിട്ട് എന്തിടും, കെസ്റയാക്കിയിട്ട് അവിടെ വെക്കും. അപ്പോൾ ദുനി. പിന്നുള്ളത് അള്ളാഹു. അങ്ങനെയാണ് വരിക. അത് ദുനി ഏതാക്ഷരം, ഇവിടെ ഏതാക്ഷരമാണെന്ന് വെച്ചാൽ അത് പ്രൊനൗൺസ് ചെയ്യണം. അതിൻ്റെ അർക്കയും പ്രൊനൗൺസ് ചെയ്യണം. നൂനിന് വരെ കെസ്റയായിരിക്കും. ദുനി. ഈ നൂനുൽ ഖുത്തീനിൽ മീൻസ് സ്മോൾ, ചെറിയ നൂന് എന്നാണ് അതിൻ്റെ അർത്ഥം. ചെറിയ നൂന്. അപ്പോൾ അതിൽ വരുന്നത് എന്തായിരിക്കും, കെസ്റയിലാണ് അത് വരിക കേട്ടോ. അപ്പോൾ ഈ ഒരു കേസിൽ ദുനി. അപ്പോൾ അതങ്ങനെ മിക്സ് ചെയ്ത് ഓതുന്ന സമയത്ത് അങ്ങനെയാണ് അതിനെ പാരായണം ചെയ്യേണ്ടത്. ദുനിയില്ല, വേറെ കാര്യമായിട്ടൊന്നുമില്ല, എല്ലാം ഒക്കെയാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഈ ഒരു സൂറയെ പഠിക്കുന്നതിലൂടെ നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ കുറേ വാക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. ആവർത്തനം, വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള കുറേ വാക്കുകൾ ഇതിനകത്തുണ്ട്. ഒന്ന് രണ്ടെണ്ണം ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. അതിൽ ഒന്ന് കുൽ. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ മുഴുവനായിട്ടും നമ്മൾ പരിശോധിച്ചാൽ കുൽ എന്നുള്ളത് 339 തവണ ഉണ്ട്. അത് 300-ൽ കൂടുതലുണ്ട്. കുൽ എന്നുള്ള വാക്ക് 300-ൽ കൂടുതലുണ്ട്. അപ്പോൾ ഈ ഒരു കുൽ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എവിടെ നമ്മളിത് കുൽ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും എന്താണ്. പറയൂ. ഒരു അമ്ര എന്ന് പറയും, കൽപ്പനയാണ്. കുൽ എന്ന് പറഞ്ഞാൽ കൽപ്പനയാണ്. കാലയാണ്, അതിൻ്റെ പേര് കാലയാണ്. കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു. കാല പറഞ്ഞു. കുൽ പറയൂ. ഒരു ഓർഡറാണ്. കൽപ്പന ക്രിയയാണ് കുൽ, പറയൂ. അപ്പോൾ ഈ കാല ഉണ്ടല്ലോ, കാലയും ഖുർആനിലുണ്ട്. കാലയും അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ. കാല എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു എന്ന്. കാല ഒരാൾ പറഞ്ഞു. ഇപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു എന്നുള്ളതിന് കാലൂ എന്നറിയും. ഓക്കെ. പറഞ്ഞു കഴിഞ്ഞതിന് കാല പറയും. പറയും എന്നുള്ളതിന് യക്കൂല് വരും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിലുള്ള കാലയുടെ വ്യത്യസ്ത രൂപങ്ങളായിട്ട് 1719 തവണ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കാലയെയും കാലയുടെ വ്യത്യസ്ത രൂപങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ 1719 വാക്ക് നമ്മൾ പഠിച്ചു ഖുർആനിൽ. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. ഓക്കെ. അപ്പോൾ കുൽ എന്നുള്ളത് നമ്മൾ ഈ ഒരു സൂറയിൽ നമ്മൾ കുല്ലാണ് പഠിക്കുന്നത്. കുൽ എന്നുള്ളത് ഇനി ആരോട് മറന്നു വരുത്. കുൽ എന്ന് പറഞ്ഞാൽ പറയൂ. ഈ കാലയുടെ അമ്രാണ്, ഫിഅൽ അമ്രാണ്, കൽപ്പന ക്രിയയാണ്. എന്ത്? കുൽ, പറയൂ. പിന്നെ അടുത്തത് ഹുവ, അവൻ അല്ലെങ്കിൽ അത്. രണ്ട് ജീവനുള്ളതിനാണെങ്കിൽ അവൻ എന്ന് പറയും, ജീവനില്ലാത്തതിനാണെങ്കിൽ അത് എന്ന് പറയും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അറബിയിൽ ജീവനുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല, എല്ലാ വസ്തുക്കളും
ഒന്നുകിൽ ഫെമിനിൻ ആയിരിക്കും അല്ലെങ്കിൽ മസ്കുലീൻ ആയിരിക്കും. അപ്പോൾ ഏതിനായാലും പുല്ലിംഗത്തിലാണെങ്കിൽ അതിനെന്താ ഉപയോഗിക്കുക? ഹുവ. ജീവൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, ഹുവ, അവൻ അല്ലെങ്കിൽ അത്. അപ്പോൾ ഇത് 481 തവണ വിശുദ്ധ ഖുർആനിൽ വന്നതാണ് ഹുവ, അവൻ അല്ലെങ്കിൽ അത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പഠിച്ചു വെച്ചാൽ ഇതവിടെ കാണുമ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലാവും. പിന്നുള്ളത് അള്ളാഹു. അള്ളാഹു എന്നുള്ളത് 2699 കാണുന്നുണ്ടോ? സ്ക്രീന് കാണുന്നുണ്ടോ? ഹലോ, കാണുന്നുണ്ട് ടീച്ചറെ, കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അള്ളാഹു എന്നുള്ളത് പിന്നെ അർത്ഥം പഠിക്കാനെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അത് 2699 തവണ ഖുർആനിലുള്ളൊരു ഇസ്മാണ്, അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ്. പിന്നുള്ളത് അഹദുൻ. അഹദ് എന്നുള്ളത് 85 തവണ. അതിൻ്റെ പിന്നെ സ്ത്രീലിംഗാണ് ഇഹ്ദ. ഇഹ്ദ, അഹദുൻ, ഇഹ്ദ. അത് 85 തവണ. പിന്നുള്ളത് വലതുൻ. വലതുൻ. വലതുൻ എന്ന് പറഞ്ഞാൽ കുട്ടി. ഔലാദ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ. വലതുൻ കുട്ടി, ഔലാദ് കുട്ടികൾ. ഇത് രണ്ട് കാര്യങ്ങളും കൂടിയിട്ട് എത്ര വന്നത്? 56 തവണ വന്നിട്ടുണ്ട്. പിന്നെ വാലിദുൻ പിതാവ് 24 തവണ. പിന്നെ ലം, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ലം യലിദ് വലം യൂലദ്. ലം യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിഷേധിക്കാൻ വേണ്ടിയാണ്, ഇല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. ഒരു ക്രിയയുടെ മുന്നിൽ ലമ്മ് വന്നാൽ അത് ആ ക്രിയ സംഭവിച്ചിട്ടില്ല, നടന്നിട്ടില്ല എന്ന് പറയാനാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭൂതകാലത്തിൽ ശരിക്കും പറയുന്നത് മുളാരിയാണ്. ലം യലിദ് എന്നല്ലേ പറയുന്നത്. യലിദ് എന്ന് പറഞ്ഞാൽ അത് മാദിയല്ല, മുളാരിയാണ്. അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസ് ആണത്, മനസ്സിലായില്ലേ? പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ടെൻസ് ആണ്. പക്ഷേ ഇത് ഈ ലമ്മ് വരുന്നത് കൊണ്ടാണ് അതിനെന്താ അർത്ഥം വരുന്നത്? പാസ്റ്റ് ടെൻസിൻ്റെ അർത്ഥം വരുന്നത്. ലം യലിദ് പിന്നെ ക്രിയയെ നിഷേധിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് 347 തവണ വ്യത്യസ്ത ക്രിയകളോടുകൂടി ഈ ലമ്മ് വന്നിട്ടുണ്ട്. അപ്പോൾ ലമ്മ് ഒരു ക്രിയയുടെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് അർത്ഥമാക്കണം? അതിനെ നിഷേധിക്കാനുള്ളൊരു ഹർഫാണത്. ഓക്കെ, ലം, ലം യലിദ്. നെക്സ്റ്റ് ഉള്ളത് ലഹു. ലഹു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ലഹു മീൻസ് ലീ പ്ലസ് ഹുവയാണത്. ലീ പ്ലസ് ഹുവ. ലീ പ്ലസ് ഹുവയാണ് ലഹു. ഓക്കെ, ലഹു എന്ന് പറഞ്ഞാൽ അവനില്ല, അവനുണ്ട്. ലഹു എന്ന് പറഞ്ഞാൽ അവനുണ്ട് എന്നർത്ഥം. ലാ എന്ന് പറഞ്ഞാൽ ന് വേണ്ടി. ലാ എന്ന് പറഞ്ഞാൽ എനിക്ക്, അല്ലെങ്കിൽ ഇന്ന് വേണ്ടി എന്നുള്ളതൊക്കെ ഇതിൻ്റെ അർത്ഥം. ലീ ആണ് ശരിക്കും അത്. ലീ പ്ലസ് ഹുവയാണ്. ഹുവ അവൻ. ഇവിടെ നമ്മൾ പഠിച്ചില്ലേ ഹുവ. ലീ പ്ലസ് ഹുവയാണ് ലഹു ആയിട്ട് വരുന്നത്. ലിഹുവ പറയൂല, ലിഹുവ അല്ല പറയുക. ലീ പ്ലസ് ഹുവ മീൻസ് ലഹു. അപ്പോൾ ഈ ലഹു എന്നുള്ളത് ലീ കുറച്ചും കൂടി അധികം തവണ വരുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് 150 തവണയാണ് വരുന്നത്. ഓക്കെ, ലഹു അവനുണ്ട്. ലഹു അവന് അല്ലെങ്കിൽ അവനുണ്ട്. ഇവിടെ നമ്മൾ സൂറയിൽ പറഞ്ഞപ്പോൾ വലം യക്കുല്ലഹു, അവിടെ ലമ്മ് മുന്നിൽ ചേർത്തിട്ടുണ്ട്. വലം യക്കുല്ലഹു. ഓക്കെ, അപ്പോൾ ഈ ലമ്മിനെ നോക്കണം. ലമ്മ് എന്തിനുള്ളതാണ്? നിഷേധിക്കാനുള്ളതാണ്, നോ പറയാനുള്ളതാണ്. നോ. അപ്പോൾ ലമ്മ് കണ്ടാൽ നോ 347 തവണ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ സൂറയിലൂടെ വിശുദ്ധ ഖുർആനിലെ എത്രയോ വാക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് കാനയൊക്കെ എന്നോട് മിസ്സായി പോയിട്ടുണ്ട്. നെക്സ്റ്റ് സൂറ വരുന്ന സമയത്ത് അതും കൂടി ഉൾപ്പെടുത്താം കേട്ടോ, ഇൻഷാ അല്ലാഹ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. ആ കൂടി മനസ്സിലായോ? എല്ലാം കൂടി കൺഫ്യൂഷനായി പോയില്ലല്ലോ? ശരിക്കും പഠിക്കേണ്ടത് ഇതിൻ്റെ അർത്ഥങ്ങളാണ്. കുട്ടികളാരെങ്കിലും ഒന്ന് പറയട്ടെ, മനസ്സിലായിനോ എന്ന്.
ഒരു ഏതെങ്കിലും ഒരാൾ പറയൂ. മനസ്സിലായിക്കോ? അതിന് നിങ്ങൾക്ക് ക്ലാസ് ടീച്ചർമാർ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. തിങ്കളാഴ്ച മുതൽ രാത്രി ക്ലാസ് ഉണ്ടാവും. എല്ലാവരും ക്ലാസ് കയറണം കേട്ടോ. എല്ലാവരും ക്ലാസ് കയറുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ടീച്ചർമാർ എന്ത് ചെയ്യും? നന്നായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് ഓതിയും പഠിക്കാം, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും ചെയ്യും കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ? വേറൊന്നും പറയാനില്ല എന്നാണ് തോന്നുന്നത്. യെസ്. ഇതിൽ അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പറയൂ. ക്ലാസിന്റെ തർത്തീബ് എങ്ങനെയാ? ക്ലാസിന്റെ തർത്തീബ് എങ്ങനെയാ? തർത്തീബ് എങ്ങനെയാന്ന് വെച്ചാൽ എങ്ങനെയാണ് ക്ലാസ് മുന്നോട്ട് പോകുക എന്നുള്ളതാ? ഞായറാഴ്ച ഞാൻ ക്ലാസ് എടുക്കും ഇൻഷാ അല്ലാഹ്. അല്ല, ഞായറാഴ്ച അല്ല, ശനിയാഴ്ച. എല്ലാ ശനിയും ഇൻഷാ അല്ലാഹ് ഒരു സൂറ എടുക്കും. പിന്നെ ഞായർ നിങ്ങൾക്ക് പഠിക്കാനുള്ള ദിവസമാണ്. പിന്നെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം നിങ്ങൾക്ക് രാത്രി ക്ലാസ് ഉണ്ടാവും. 4 ക്ലാസ്സുകളുണ്ട്. നിങ്ങൾ ഓരോ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഉണ്ടാവുമല്ലോ. അതിൽ എന്നും രാത്രി ക്ലാസ് ഉണ്ടാവും. അപ്പം അതിൻ്റെ അകത്ത് നിന്നാണ് നിങ്ങൾ ഇതിപ്പോൾ നിങ്ങൾ കേട്ടു. ഇനി നിങ്ങൾ പഠിച്ച് പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ എവിടെയാണ്? ആ ഒരു ക്ലാസ്സിലാണ് ഉണ്ടാവുക. ഇനി നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സൂറയ്ക്ക് നമുക്ക് ഇത്രയും പ്രാധാന്യം പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഈ സൂറ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സൂറ ഓതുന്ന അല്ലേ, സുന്നത്തായിട്ട് ഓതേണ്ടിയ പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അവിടെയാണ് നമ്മളിത് ഓതേണ്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഇതിൻ്റെ പ്രാധാന്യങ്ങൾ ഒന്നെന്താണെന്ന് വെച്ചാൽ ഈ അള്ളാഹുവിൻ്റെ 3 പ്രധാനപ്പെട്ട നാമങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞു നമ്മളല്ലേ. അള്ളാഹു, അഹദ്, അസ്വമദ്. ഈ 3 നാമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഏതെങ്കിലും ഒരു കാര്യം സാധിക്കാനുണ്ടെങ്കിൽ ഈ ഒരു സൂറയിലുള്ള ഇസ്മ ഉപയോഗിച്ചുകൊണ്ട്, നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് ദുആ ചെയ്യുക. രണ്ടാമത്, ഈ സൂറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറ ഓതിയത്, അതാണല്ലോ സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന്, നമ്മൾ സുബൈക്ക് മുന്നേ ഉള്ള സുന്നത്ത് നമസ്കാരത്തിൽ, സുബൈൻ്റെ മുന്നേ ഉള്ള സുന്നത്ത് നമസ്കാരത്തിൽ സൂറത്തുൽ കാഫിറൂനും ഈ സൂറത്തുൽ ഇഖ്ലാസുമാണ് ഓതുക. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തതിൽ സൂറത്തുൽ ഇഖ്ലാസുമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തത്. അതേപോലെ തന്നെയാണ് എവിടെയും ചെയ്തത്. മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത്, സുബൈക്ക് മുന്നേ ഉള്ള 2 റക്അത്ത് സുന്നത്ത്, മഗ്‌രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്. അതിൽ രണ്ടിലും ഈ സൂറ ഓതുന്നത് സുന്നത്താണ്. പിന്നെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് 3 കൂടി മിക്സ് ചെയ്തിട്ട് ഓതുന്ന അവസരങ്ങൾ, 3 സൂറകളും ഓതുന്ന അവസരങ്ങൾ. ഒന്നാമത്തേത് സുബൈ നമസ്കാരത്തിന് ശേഷം, അതേപോലെ തന്നെ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷവും 3 തവണ വീതം ഈ 3 സൂറകളും ഓതുന്നത് സുന്നത്താണ്. 3 സൂറകൾ അല്ലേ, 112, 113, 114, ഇഖ്ലാസ്, ഫലഖ്, നാസ്. അപ്പോൾ 3 തവണ സുബൈക്കും മഗ്‌രിബിനും 3, ബാക്കിയുള്ള നമസ്കാരത്തിന് ശേഷം ഓരോന്ന് വീതവും ഓതുന്നത് സുന്നത്താണ്. അതേപോലെ തന്നെ നമ്മൾ വൈകുന്നേരം രാവിലെയൊക്കെ ദിക്ർ ചൊല്ലൂലേ, ദിക്ർ ചെല്ലുന്ന സമയത്തും 3 തവണ ഈ 3 സൂറയും ഓതും. നമ്മൾ ദിക്ർ ചെല്ലുന്ന സമയത്ത് നമ്മൾ ആയത്തുൽ കുർസി ഓതും, ഈ 3 സൂറകളും ഓതും. അപ്പോൾ ആയത്തുൽ കുർസി 1 തവണയും ഈ സൂറകൾ 3 സൂറകളും 3 തവണ വീതം ഓതലും സുന്നത്താണ്. മ്യൂട്ട് ചെയ്യേ. പിന്നെ അതേപോലെ തന്നെ ഞാൻ പിന്നെ ഇതിൻ്റെ ഇതൊക്കെ എപ്പോഴൊക്കെയാണ് ഓതേണ്ടിയെന്നുള്ളത് ഞാൻ നോട്ട് വിട്ടുതരാം കേട്ടോ. പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മറന്നു പോയിക്കണമെന്നൊന്നുമില്ല, ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ. അപ്പോൾ ഞാൻ നോട്ട് ക്ലാസ്സിലേക്ക് ഇട്ടുതരാം. ഞങ്ങൾ നോട്ട് എഴുതിയെടുക്കണം. നിങ്ങൾ ഓരോ വാക്കിൻ്റെ അർത്ഥം നോട്ടിൽ എഴുതിയിട്ട് അത് പഠിക്കണം. ഒരു
മാസത്തിലൊരു തവണ നമ്മൾ പരീക്ഷ നടത്തും. ഒരു മാസത്തിൽ ഇപ്പോൾ ചെറിയ സൂറ ആണെങ്കിൽ ഒരു സൂറ വെച്ച് 3 സൂറകൾ എടുക്കും. എന്നിട്ട് 4ാമത്തെ ആഴ്ച നമ്മൾ എക്സാം ആയിരിക്കും. 3 ആഴ്ച ക്ലാസ് എടുത്താൽ 4ാമത്തെ ആഴ്ചയിൽ ക്ലാസ്സിൻ്റെ സമയത്ത് നമ്മൾ പരീക്ഷ അയക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ടത് അർത്ഥവും പിന്നെ ആ തജ്വീദിൻ്റെ നിയമങ്ങളുമാണ് നമുക്ക് പഠിക്കാനുണ്ടാകുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ? അപ്പൊ വെള്ളിയാഴ്ച ക്ലാസ് ഇല്ല അല്ലേ? വെള്ളിയാഴ്ച ക്ലാസ് ഇല്ല, വെള്ളി ക്ലാസ് ഇല്ല. ശനി തിയറി ക്ലാസ് എടുക്കും. പിന്നെ ഞായർ പഠിക്കുന്ന ദിവസം, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം പാരായണ ദിവസവും. ഓക്കെ, ആമീൻ ആമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. وعليكم